പെരിങ്ങോം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കെ.പി. നഗർ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഉപവാസ സമരം സംഘടിപ്പിച്ചു. 300-ൽ പരം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന താലൂക്ക് ആശുപത്രിയിൽ മാസങ്ങളായി ഡോക്ടർമാരുടെ സേവനം തൃപ്തികരമല്ല. ആരോഗ്യമന്ത്രിക്കടക്കം ഇവിടുത്തെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ സമർപ്പിച്ചെങ്കിലും ഇതിന് ചില നടപടികൾ മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ സ്ഥിതിഗതികൾ പഴയതിലും പരിതാപകരമായി തീർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് രോഗികളുടെ ആശ്രയ കേന്ദ്രമായ ഈ സ്ഥാപനത്തോട് തികഞ്ഞ അവഗണനയും അലംഭാവവുമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ജനങ്ങൾ നേരിടുന്നത്. ഇതിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ ആദ്യപടിയായി നടത്തുന്ന ഉപവാസ സമരത്തിൽ സി. സുന്ദരൻ മാസ്റ്റർ സ്വാഗതവും എം.വി. കുഞ്ഞിരാമൻ അധ്യക്ഷതയും എൻ. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനവും നിർവഹിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വി. മുഹമ്മദ് കുഞ്ഞി, ഇ.വി. നാരായണൻ, എം. ശ്രീധരൻ, ഷബാന, സി. പത്മനാഭൻ, പ്രേമരാജൻ, അജിത്ത് തവടിയിൽ, രുക്മിണി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഷാമോൻ കെയും നന്ദി അർപ്പിക്കുകയും ചെയ്തു. പെരിങ്ങോം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പുറക്കുന്ന് പെരുന്തട്ട മുതൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളും വടാകുന്ന്, ഞെക്കിളി അടക്കമുള്ള പാടിയോട്ടിയാൽ വരെയുള്ള എല്ലാ ഭാഗത്തെയും ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം. വളരെ 300-350ഓളം രോഗികൾ ദിവസവും OP-യിൽ ഇവിടെ എത്തുന്നു. ഇവിടുത്തെ പരാധീനതകൾ ഒരുപാട് കാലമായി നിരന്തരമായി ഞങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തകരെന്ന നിലയിൽ പലപ്പോഴും വരികയും റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ എം.വി. കുഞ്ഞിരാമനാണ്. അദ്ദേഹത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ സാമൂഹ്യ രംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന എൻ. സുബ്രഹ്മണ്യൻ സാർ. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ പലപ്പോഴും ഇടപെടുന്ന നമ്മൾ പത്രധാര കാണുന്നതാണ്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ സുബ്രഹ്മണ്യൻ സാറിനെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുന്നത് പ്രസിഡന്റ് കുഞ്ഞിരാമേട്ടൻ, സെക്രട്ടറി എന്നുള്ള നിലയിൽ സുന്ദരൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ഷാമോൻ, ശ്രീ സി. പത്മനാഭൻ എന്നീ ആളുകൾ, ട്രഷറർ ശ്രീ അജിത് കുമാർ തകടിയൽ, ഇത്രയും ആളുകൾ ഇന്നിടെ ഉപവാസം അനുഷ്ഠിക്കുകയാണ്. നമ്മളെ 9 പേരാണ് നമ്മുടെ ഭാരവാഹികൾ. 2 പേർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഒന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും ആളുകൾ നമ്മളിവിടെ ഉപവാസം അനുഷ്ഠിക്കുകയാണ്. ഈ ഒരു വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകന് അടിയന്തരമായി വേറെ പരിപാടി പങ്കെടുക്കേണ്ടതുകൊണ്ട് ആദ്യം അദ്ദേഹത്തെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സുബ്രഹ്മണ്യൻ സാറ് നമുക്ക് എല്ലാം സുപരിചിതനാണ്. ഈ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം അവിടെ എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കും മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യൻ സാറ് നമ്മുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. വേറെ പരിപാടി ഉണ്ടായിട്ട് പോലും അത് മാറ്റിവെച്ച് ഇങ്ങോട്ട് വരാൻ സന്നദ്ധം കാണിച്ചിട്ടുള്ള അദ്ദേഹത്തോട് നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ എൻ. സുബ്രഹ്മണ്യൻ ക്ഷണിക്കുന്നു. ഇന്ന് ഇവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റ് പ്രിയപ്പെട്ടവർ, പെരിങ്ങോം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര അന്യമായ ഒരു പ്രദേശമല്ല. 1989-90 കാലഘട്ടത്തിൽ ഇവിടെ ഒരു ആണവ നിലയം സ്ഥാപിക്കുന്നതിനെതിരെ നടന്ന ബഹുജന പ്രക്ഷോഭത്തിന് വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ ചരിത്രത്തിന്റെ ഒരു പിന്തുടർച്ച തന്നെയാണ് നിങ്ങൾ നടത്തുന്ന ഈ പ്രക്ഷോഭം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് അടിത്തട്ടിൽ നിന്ന് തന്നെ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇന്ന് വളരെ മോശമായിട്ടുള്ള സ്ഥിതിഗതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയില്ല, പകർച്ചവ്യാധികൾ, നമ്മൾ ഉച്ചാടനം ചെയ്തു എന്ന് വിചാരിക്കുന്ന പകർച്ചവ്യാധികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ മൂലം ദൈനംദിനം ആളുകൾ മരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും അതൊരു വലിയ 100 കണക്കിന് ആളുകൾ
കൊറോണ ബാധിച്ചിട്ട് മാത്രമല്ല, വെറും വൈറൽ ഫീവർ ബാധിച്ച് ഒരു കൊല്ലം നൂറുകണക്കിന് ആളുകൾ, ഡെങ്കിപ്പനി ബാധിച്ച് നൂറുകണക്കിന് ആളുകൾ, അതുപോലെ എലിപ്പനി ബാധിച്ച് നൂറുകണക്കിന് ആളുകൾ. ഇങ്ങനെ സംഭവിക്കുമ്പോ നമ്മുടെ പൊതുജനാരോഗ്യ രംഗം തകരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന ആടിയടിയൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ കാണും. പക്ഷേ മലിനീകരണത്തിന്റെ ഫലമായി നമ്മുടെ നാട്ടിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും അതുപോലെയുള്ള പലതരം പനികളും വർദ്ധിക്കുമ്പോൾ അതൊന്നും കൈകാര്യം ചെയ്യാൻ നമുക്ക് ആശാവർക്കർമാരുണ്ട്, എല്ലാം ഉണ്ട്, കണക്കൊക്കെ എടുക്കാൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നടക്കുന്നതിന് സംവിധാനമില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആളുകൾക്ക് ഏറ്റവും ആശ്രയിക്കാവുന്നത് ഇതുപോലെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലുകൾക്കാണ്. പേര് കേട്ടാൽ നല്ല താലൂക്ക് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്റ്റാറ്റസ് ആണ്. അതിന്റെ സ്റ്റാഫ് പാറ്റേൺ ഒക്കെ എടുത്തു നോക്കിയാൽ ഇവിടെ പറഞ്ഞതുപോലെ 8 ഡോക്ടർമാർ, സൂപ്രണ്ട്, അതുപോലെ 2 മറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, 6 മറ്റ് ഡോക്ടർമാർ ഒക്കെ കൂടി ഇതൊക്കെ ഉണ്ട്. രാത്രി കാലങ്ങളിൽ അടക്കം എല്ലാ സമയത്തും ഡോക്ടർമാരുടെ സേവനം കിട്ടുന്ന തരത്തിലേക്ക് ഒരു താലൂക്ക് ആശുപത്രി വികസിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു പ്രാഥമികമായിട്ടുള്ള ആശുപത്രിയുടെ ചുമതലകൾ പോലും നിർവഹിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാതെ, ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കാതെ നമുക്ക് അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ഈ റെസിഡന്റ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം നടത്തുന്നത് എന്നുള്ളത് ഈ പറയുന്ന എല്ലാ പ്രദേശത്തെയും, കാരണം ഈ മുൻകൈ നിങ്ങളുടെ ഭാഗത്തു നിന്നേ ഉണ്ടാവുള്ളൂ. ഭാരവാഹികളെയും പ്രവർത്തകരെയും ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. ഈ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എനിക്ക് അടിയന്തരമായി മറ്റൊരു പരിപാടി നേരത്തെ. തിമിർത്ത് പെയ്ത മഴയ്ക്കൊപ്പം ചെറുപുഴ ഗ്രീൻസിൽ ഇത്തവണ ഓഫറുകളുടെ പെരുമഴയും. ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ്, കുണ്ടന്തടം, ചെറുപുഴ. മറ്റെങ്ങും ലഭിക്കാത്ത ഈ മെഗാ മൺസൂൺ ഓഫർ 50 ദിവസത്തേക്ക് മാത്രം. 3 പാളി അലമാര, ഫാമിലി കട്ടിൽ, ഫാമിലി ബെഡ് ഉൾപ്പെടുന്ന 28,000 രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റിന് ഇപ്പോൾ വെറും 18,900 രൂപ മാത്രം. 49,000 രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് 24,900 രൂപയ്ക്കും 65,000 രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് വെറും 29,000 രൂപയ്ക്കും ലഭ്യമാണ്. 49,000 രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫയ്ക്ക് 33,500 രൂപ മാത്രം. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുട കീഴിൽ. കൂടാതെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ അളവിൽ ഫർണിച്ചറുകൾ ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഫ്രീ ഹോം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ്, കുണ്ടന്തടം, ചെറുപുഴ. ഫോൺ 7012515884 @ 9605240505.